ചേർത്തല ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി 2 ദിവസങ്ങളായി നടക്കുന്ന ശാസ്ത്രോത്സവം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ഡി. മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഉപജില്ലാ ശാസ്ത്രോത്സവം തുടങ്ങി ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ഡി. മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൊള്ളത്തെ ഹൈസ്കൂൾ, കാട്ടൂർ ഹോളി ഫാമിലി ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ 2 ദിവസങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുക. ഉദ്ഘാടന സമ്മേളനത്തിൽ പി.ജെ. ഇമ്മാനുവൽ അധ്യക്ഷനായി. ചേർത്തല എ.ഇ.ഒ. എൽ. ജയലക്ഷ്മി, സിസ്റ്റർ ഡോളി ഇമ്മാനുവൽ, രജിത ബാബു, സി. സതീഷ്, കെ. ഗിരീഷ് കമ്മത്ത്, എസ്. സുജിഷ, ബെന്നി ജോൺ, റോഷൻ റോബിൻ, കെ. എസ്. സൈറസ് എന്നിവർ സംസാരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് പൊള്ളത്തെ സ്കൂളിൽ സമാപന സമ്മേളനം നടക്കും. ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. സംഗീത സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഇവിടെ തുടങ്ങിയാണെങ്കിൽ നാളെ അവർ ഈ നാടിൻ്റെ വലിയ സമ്പത്തായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ വരികയാണ്. എന്നാലും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞകാല സാഹചര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ചും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ കഴിവ് വികസിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായിട്ടുള്ള പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വെറുതെ സംഭവിച്ച ഒന്നല്ല ഇതെന്നുള്ളത് അവരാദ്യം ബോധ്യപ്പെടുത്തണം. അത് പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അതേപോലെ രക്ഷിതാക്കൾക്കുമൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റണം. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ പ്രശ്നമില്ല. ഏത് സാഹചര്യത്തിലും രക്ഷിതാക്കൾ അത് നിർവഹിക്കപ്പെടുന്നുണ്ട്. പക്ഷെ കുറെ കാലത്തിന് മുമ്പ് കേരളത്തിൽ വിദ്യാഭ്യാസം നല്ല വിലക്കപ്പെട്ട ഒന്നായിരുന്നു. ഇന്നത്തേതുപോലെ നമുക്ക് സാധ്യമായിരുന്നില്ല. അതെല്ലാം പ്രത്യേക ഒരു വിഭാഗത്തിന് മാത്രം അനുവദനീയമായ കാര്യമാണെന്ന അനാവശ്യമായ ശാസന അടിച്ചേൽപ്പിച്ച സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടന്നിട്ടുള്ള പോരാട്ടമാണ് കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം. അതിന് ഗുണഫലം അനുഭവിക്കുന്ന ഇന്നത്തെ വിദ്യാർത്ഥികളോട് പകർന്നു കൊടുക്കാൻ ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ടുവരുമ്പോൾ തന്നെ കഴിഞ്ഞകാല ചരിത്രത്തെക്കുറിച്ച് വരെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നുള്ളത്